ഗസയിലേക്ക് പോവുകയാണ്. MC നാസർ തുടരുന്നുണ്ട്. നാസർ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരയാക്രമണമടക്കം കൂടുതൽ രൂക്ഷമായി തുടരുകയാണ്. 65,000-ത്തിലധികം പലസ്തീൻകാർ ഇതുവരെ ഈ 2 വർഷത്തോടടുക്കുമ്പോൾ അവിടെ കൊല്ലപ്പെട്ടു. ഈ കൂട്ടപലായനത്തിൽ ആൾക്കാരുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കാരണം പട്ടിണി മരണം അടക്കം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത ഒരു ഘട്ടമൊക്കെ എത്തിക്കഴിഞ്ഞതാണ്. നിരവധി പട്ടിണി മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലായനം നടത്തുന്ന ആൾക്കാരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതിൻ്റെ വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. കാരണം ഭക്ഷ്യസഹായങ്ങൾ, കുടിവെള്ളം, ഭക്ഷണം, അതോടൊപ്പം തന്നെ മരുന്ന് ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഉപാധികളും സൗകര്യങ്ങളും പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 4 പുതുതായിട്ടുള്ള പട്ടിണി മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ മൊത്തം പട്ടിണി മൂലം മരിച്ചിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം 435 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 149 പേരും കുട്ടികളാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 24-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന ഗസയിലെ ഈ ഒരു ക്രൂരത, അതിലൂടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 65,000 കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പുറമെയാണ് ഒരു 12,000 പേരെങ്കിലും ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുണ്ട്. അപ്പം മരണസംഖ്യ എന്നത് 80,000-വും കടന്ന് മുന്നോട്ട് പോകുന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആളുകളെ പൂർണ്ണമായിട്ട് പുറന്തള്ളുന്ന ഒരു സാഹചര്യം. കാരണം ഗസ സിറ്റിയിൽ നിന്ന് ഇപ്പോൾ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ 10,000-ങ്ങൾ അവിടെ കിടക്കുകയാണ്. അവർക്കെതിരെയാണ് ഇപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള ആക്രമണവും, വ്യോമാക്രമണവും, ഷെല്ലാക്രമണവും, അതോടൊപ്പം തന്നെ കരയാക്രമണവും ഏറ്റവും രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അന്തർദേശീയ തലത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ, പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക്, കൂട്ടമരണങ്ങളിലേക്ക് ആയിരിക്കും ഗസ നീങ്ങുകയെന്നാണ് ഏറ്റവും അവസാനമായിട്ട് വിവിധ രാജ്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. സിവിലിയൻ കൂട്ടക്കുരുതി ഏറ്റവും വളരെ വേഗം തന്നെ അവസാനിപ്പിക്കണമെന്ന് ചൈന ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന ഇളവുകൾ പുനഃപരിശോധിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. UN തന്നെയാണ് ഇപ്പോൾ പിന്നിട്ട 2 വർഷത്തോളമായി തുടരുന്ന ഈ കുരുതി എന്നത് വംശഹത്യയാണ് എന്ന് കൃത്യമായി തന്നെയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ വംശഹത്യയാണ് എന്ന് UN അംഗീകരിച്ചാൽ അതിന് പ്രായോഗികമായിട്ട് അത് തടയാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ UN ചാർട്ടറിൽ തന്നെ വ്യവസ്ഥയുണ്ട്. പക്ഷേ അത്തരം പിന്നെ നീക്കങ്ങൾ നടത്താൻ UN-ന് സാധിക്കുന്നില്ല. ആ UN-ന് സാധിക്കാത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്നത് അമേരിക്ക വീറ്റോ അധികാരവുമായിട്ട് ഇപ്പുറത്തുണ്ട് എന്നതാണ്. അമേരിക്കൻ നേതൃത്വം പൂർണ്ണമായി തന്നെ ഈ നടക്കുന്ന കുരുതികൾക്ക്, ഈ നടക്കുന്ന പുറന്തള്ളലിന്, ഈ നടക്കുന്ന വംശഹത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ഇന്ധനവും ആയുധങ്ങൾ ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ള അവസ്ഥയിൽ ഈ സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധി നീണ്ടുപോകാൻ കാരണം. ഇസ്രായേൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണ രീതിയിലേക്ക് നീങ്ങുമ്പോൾ പോലും അതിനെ പിടിച്ചു കെട്ടാനോ നിയന്ത്രിക്കാനോ ഉള്ള അധികാരം അന്തർദേശീയ സമൂഹത്തിന്, സംവിധാനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ മറ്റൊരു വസ്തുത. ജീന, നാസർ, ഈ വെടിനിർത്തൽ ചർച്ചയൊക്കെ പല ഘട്ടത്തിലും പല രീതിയിലുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കരയാക്രമണം കൂടി ഇസ്രായേൽ കടുപ്പിക്കുന്നു. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കും, ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സമൂഹമടക്കം ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തുമ്പോഴും ആ ഒരു തരത്തിൽ ഏതെങ്കിലും രീതിയിൽ വെടിനിർത്തലിന് സാധ്യത തെളിയുന്നുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇതിപ്പോൾ അമേരിക്കൻ നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഇസ്രായേൽ മന്ത്രി കൂടിയായിട്ടുള്ള റോൺ ഡെർമറും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായിരുന്നു ചർച്ച നടത്തിയത്. ലഭ്യമാവുന്ന അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അടിയന്തരമായിട്ടുള്ള ചില ചർച്ചകൾ പുനരാരംഭിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനമെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. കാരണം ഹമാസിനോട് എല്ലാ ബന്ദികളെയും അടിയന്തരമായി മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് അമേരിക്കൻ നേതൃത്വം ചെയ്തത്. അതോടൊപ്പം തന്നെയാണ് ഈ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാതെ ഒരു ചർച്ച നടത്തുന്നതിൽ പ്രസക്തിയില്ല എന്ന് ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ അതേ നിലപാട് തന്നെ, തങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ ഉടമ്പടികൾ ഹമാസ് അംഗീകരിക്കാത്തിടത്തോളം ഒരു വെടിനിർത്തൽ എന്നത് സാധ്യമല്ല എന്നൊരു തീർപ്പിലേക്ക് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും എത്തിച്ചേരുന്നത്. അതാണ് ഈ നിലവിലുള്ള പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. വൻതോതിലുള്ള
ഇത്തരത്തിലുള്ള സമ്മർദ്ദം അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിൽ UN പോലുള്ള ഒരു സംവിധാനം പോലും തികഞ്ഞ പരാജയമായി മാറുന്നു എന്നതാണ് ഈ പിന്നിട്ട ദിവസങ്ങളിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഈ വംശഹത്യാ പദ്ധതികളും നടപടികളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജീന, ശരി നാസർ, ഏതായാലും ഗസ കൂടുതൽ ചോരക്കളമാവുകയാണ്. കൂട്ടത്തോടെയുള്ള പലസ്തീനുകാരുടെ പലായനം തുടരുകയാണ്. കരയാക്രമണം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയെങ്കിലും ഇവർ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.